Hello friends, I am Lakshmi V.S. In this video, I am going to explain the staffing process. As we all know that staffing is an important function of management. An organization can run effectively only by allocating the right person to the right job. So, through this video, we can know more about how the staffing process is taking place in an organization. Staffing. The success of an organization not only depends upon the physical and financial resources but on their efficient utilization by human resources. Human resources are the talented and hardworking people. They are considered as the principal asset of an organization. An organization can achieve its objective only when it has the right person at the right position. Through the method of staffing, we can allocate the right person to the right job. So, what do you mean by staffing? Staffing means putting people to various jobs. It is the managerial function of filling and keeping filled various job positions with the right kind of person in an organization. The staffing involved estimation of the manpower requirement, recruitment, selection, placement, training and development of personnel. അപ്പോൾ നമ്മൾക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടുത്തെ മെയിൻ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ്. അപ്പോൾ അങ്ങനെ ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവിലേക്ക് അവർക്ക് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? റൈറ്റ് പേഴ്സൺ ആയിരിക്കണം നമ്മൾ റൈറ്റ് ജോബിലേക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളിനെ പിടിച്ചു നമ്മൾ ഒരു ജോലിക്ക് ഏർപ്പെടുത്തിയാൽ എന്ത് പറ്റുന്നു? അവിടെ എന്തുണ്ടാവുന്നില്ല? പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല, അവിടെ ലോസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. നേരെ മറിച്ച് നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് കറക്റ്റ് പൊസിഷനിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പറ്റുന്നു? അവിടെ ലോസ് ഉണ്ടാവാതെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും നമ്മൾക്ക് ടൈം സേവ് ചെയ്യാനും ഓർഗനൈസേഷന് അതിൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കാനായും പറ്റുന്ന ഒന്നാണ് ഏതിലൂടെ? സ്റ്റാഫിങ്ങിലൂടെ. നമ്മളപ്പോൾ സ്റ്റാഫിംഗ് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? നമ്മൾക്ക് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്തുമാത്രം മാൻ പവർ അവിടെ റിക്രൂട്ട്മെന്റ് നമ്മൾക്ക് വേണം, എത്ര പേരെയാണ് നമ്മൾക്ക് വേണ്ടത്, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? റിക്രൂട്ട്മെന്റ് നടത്തുന്നു. അതിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്യുന്നു. അവർക്ക് വേണ്ടുന്ന റൈറ്റ് ജോബിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അവർക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും എല്ലാം കൊടുക്കുന്നത് വഴി ഒരു ഓർഗനൈസേഷൻ എന്ത് പറ്റുന്നു? അവരുടെ ഒബ്ജക്റ്റീവിലേക്ക് പെട്ടെന്ന് തന്നെ എന്താണ് അച്ചീവ് ചെയ്യാനായി സാധ്യമാകുന്നു. അങ്ങനെയാണെങ്കിൽ സ്റ്റാഫിംഗ് പ്രോസസ് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ ഒക്കർ ചെയ്യുന്നത്? ഹൗ ദി സ്റ്റാഫിംഗ് പ്രോസസ് ഇസ് ഒക്കറിംഗ്? There are mainly 8 steps in the staffing process. The first one is manpower requirement, recruitment, selection, placement and orientation, training and development, performance appraisal, promotion or career planning, and the last one is compensation. So there are 8 steps in the process of staffing. We can move on to one by one. The first step is estimating the manpower requirement. Staffing inde first step aanu endennu parnal estimating the manpower റിക്വയർമെന്റ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഓർഗനൈസേഷന് എന്തുമാത്രം എംപ്ലോയീസിനെ അല്ലെങ്കിൽ എന്തുമാത്രം സ്റ്റാഫിനെയാണ് വേണ്ടത് എന്ന് നമ്മൾ ഒരു ഫ്യൂച്ചർ പീരീഡിലേക്ക് ഒരു ഓർഗനൈസേഷന് എത്രമാത്രം സ്റ്റാഫിനെ വേണം എന്ന് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഡിറ്റർമൈൻ ചെയ്യുകയും നമ്മൾ അവിടുത്തെ വർക്ക് ലോഡ് അനാലിസിസ് നടത്തുന്നു. അതുപോലെ വർക്ക് ഫോഴ്സ് എന്തുമാത്രത്തിൽ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെയാണ് നോക്കുന്നത്. ഈ മാൻ പവർ റിക്വയർമെന്റിലാണ് നോക്കുന്നത്. അതുവഴി നമ്മൾ നോക്കുന്ന വഴി ഒരു ഓർഗനൈസേഷനിലേക്ക് സ്റ്റാഫ് കുറവാണോ കൂടുതലാണോ അതോ നമ്മൾ ഒപ്റ്റിമം ആയിട്ട് പോവുകയാണോ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ് ഇത് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെന്റ്. This is the first step in staffing process. Determination of number and type of personnel required in an organization for a specified future period is taken into consideration, and it necessitates the workload analysis and the workforce analysis. Through this analysis, we can identify whether the organization is understaffed, overstaffed, or it is optimally staffed.
സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് റിക്രൂട്ട്മെന്റ്. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് എംപ്ലോയീസിന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുന്നു. നമ്മളുടെ ഓർഗനൈസേഷന് വേണ്ടുന്ന എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു, നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ, നമ്മൾ എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു for prospective employees and stimulating them to apply for jobs in the organization. Simply, it means discovering the source of employees. നമ്മൾ ഏതൊക്കെ വഴി നമ്മൾക്ക് എംപ്ലോയീസിനെ കണ്ടെത്താം എന്നുള്ളതാണ് ഏതെന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. അതെന്തായിരിക്കാം റിക്രൂട്ട്മെന്റിന് നമ്മളൊരു പോസിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്? കാരണം ഇവിടെ എലിമിനേഷൻ നടക്കുന്നില്ല. നമ്മൾ കിട്ടുന്നത്രയും ആപ്ലിക്കേഷൻസ് നമ്മൾ എന്താണ്, ഒരു ഓർഗനൈസേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താണ് അക്സെപ്റ്റ് ചെയ്യാണ് അല്ലെ. നമ്മൾ ആരെയും നിരുത്സാഹപ്പെടുത്താതെ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാവരുടെ ആപ്ലിക്കേഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് റിക്രൂട്ട്മെന്റിനെ നമ്മളൊരു പോസിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ. The objective is to create a pool of prospective job candidates. നമ്മളിവിടെ എന്താണ് റിക്രൂട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്? നമ്മളൊരു പൂൾ ഓഫ് പ്രോസ്പെക്റ്റീവ് ജോബ് കാൻഡിഡേറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. പൂൾ മീൻസ് എന്താണ്, ഒരു കളക്ഷൻ, ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. അതുവഴി നമ്മൾക്ക് എന്ത് പറ്റുന്നു, നമ്മൾക്ക് ബെസ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിക്രൂട്ട്മെന്റ് വരുന്നവരുടെ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ വാങ്ങുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ്, നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാഫിംഗ് പ്രോസസ്സിന്റെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, സെലക്ഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ റൈറ്റ് പേഴ്സൺ ഫോർ വേരിയസ് ജോബ്സ് from among the pool of prospective job candidates. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റിക്രൂട്ട്മെന്റിലൂടെ നമ്മൾക്ക് ഒരു പൂൾ ഓഫ് പ്രോസ്പെക്റ്റീവ് ജോബ് കാൻഡിഡേറ്റ്സിനെ നമ്മൾക്ക് കിട്ടി. ഈ കിട്ടിയതിൽ നിന്നും നമ്മളുടെ ഓർഗനൈസേഷന് വേണ്ടുന്ന റൈറ്റ് പേഴ്സണെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ്, നമ്മൾക്ക് നമ്മളുടെ ജോബിന് വേണ്ടുന്ന പേഴ്സണെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, സെലക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സിലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്? ഇവിടെ എലിമിനേഷൻ ആണ് നടക്കുന്നത് അല്ലേ. എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് വേണ്ടുന്നവരെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, സിലക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നമ്മൾ എന്താണ്, എലിമിനേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ the selection is considered as a negative process. The purpose of this selection process is to determine whether a candidate is suitable for employment in the organization or not. ഇപ്പം നമ്മൾ എന്താണ് സെലക്ഷൻ നടത്തുന്നത് വഴി നമ്മളുടെ ഒരു കാൻഡിഡേറ്റ് നമ്മളുടെ ഓർഗനൈസേഷനിലേക്കുള്ള ഒരു എംപ്ലോയ്മെന്റിന് അയാൾ സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഏതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സെലക്ഷന്റെ പർപ്പസ്. അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വേണ്ടുന്ന ജോബ് കാൻഡിഡേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ പ്ലേസ്മെന്റ് നൽകുന്നു. എന്താണ് പ്ലേസ്മെന്റ്? Placement refers to the process of introducing an employee to the job for which he was hired in the organization. ഒരു എംപ്ലോയിയെ ഏത് ജോബിലേക്കാണോ നമ്മൾ ഹയർ ചെയ്തത് ആ ഒരു ജോബിലേക്ക് ഇദ്ദേഹത്തെ നമ്മൾ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റ്. The employee will be provided with a basic orientation about the company and its work area. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാളിനെ ചൂസ് ചെയ്തു, അയാൾ നമ്മൾ ഏത് പൊസിഷനാണെന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ കമ്പനി എന്താണെന്നും അവിടുത്തെ വർക്ക് ഏരിയാസ് എന്താണ് എന്നുള്ളൊരു പൊതുവായ ഒരു ഓറിയന്റേഷൻ നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു എംപ്ലോയിക്ക് നമ്മൾ നൽകുന്നത്. ഇനി നമ്മൾ അയാൾക്ക് എന്ത് ചെയ്യുന്നു, ഓറിയന്റേഷൻ കൊടുക്കുന്നു. ഓറിയന്റേഷൻ is the process of introducing the selected candidate to other employees and familiarizing him with the rules, policies and procedures of the organization. ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റിനെ മറ്റ് എംപ്ലോയീസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തി കൊടുക്കുക അല്ലെ. ഇദ്ദേഹമാണ് ഇന്ന പൊസിഷനിലേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ ഈ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റിന് ആ ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് റൂൾസ്, അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന പോളിസീസ് എന്തൊക്കെയാണ്, അവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഓറിയന്റേഷൻ എന്ന് പറയുന്നു. അപ്പോൾ നാലാമത്തെ ഫേസ് എന്താണ്,
പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. ഇനി ഫിഫ്ത്ത് പോയിന്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ എന്താണ്, നമ്മളൊരു എംപ്ലോയിയെ നമ്മൾ സെലക്ട് ചെയ്തു അല്ലേ, ആ സെലക്ട് ചെയ്ത് അയാൾക്ക് പറഞ്ഞിരിക്കുന്ന ജോബ്, ഹയർ ചെയ്തിരിക്കുന്ന ആ ജോബിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചാൽ മാത്രം മതിയോ? അല്ല, നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റും നമ്മൾ എന്ത് ചെയ്യുക, നൽകുക. അപ്പം നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ആ ഒരു എംപ്ലോയിയെ നമ്മൾ ഇന്ന പൊസിഷനിലേക്ക് കൊണ്ടെത്തിച്ചു, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രെയിനിങ് നൽകുക. ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയീസ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റാഫിംഗ് പ്രോസസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്, ട്രെയിനിങ്. ഈ ട്രെയിനിങ് നൽകുന്നത് വഴി എന്ത് പറ്റുന്നു, നമ്മളുടെ ആ പുതിയ എംപ്ലോയിക്ക് അദ്ദേഹത്തിന് വേണ്ടുന്ന സ്കിൽസും നോളജും എല്ലാം അക്വയർ ചെയ്യാനായി സഹായകമാകുന്ന ഒന്നാണ് ഇതിലൂടെ, ട്രെയിനിങ്ങിലൂടെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെവലപ്മെന്റ്. എന്താണ് ഡെവലപ്മെന്റ്? ഡെവലപ്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് അറ്റൈനിങ് ഓവറോൾ ഗ്രോത്ത് ഓഫ് എംപ്ലോയീസ് ടു ടേക്ക് അപ്പ് മാനേജറൽ പൊസിഷൻ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ അദ്ദേഹത്തിന് എന്താണ്, ഓരോ പൊസിഷൻ, മാനേജറൽ പൊസിഷൻ എല്ലാം ഏറ്റെടുക്കാനായി അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓവറോൾ ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് നൽകുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. സോ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നോട്ട് ഓൺലി മോട്ടിവേറ്റ് എംപ്ലോയീസ് ബട്ട് ഓൾസോ എൻഷുവർ ഗ്രേറ്റർ എഫിഷ്യൻസി. അവരെന്താണ്, മോട്ടിവേറ്റ് ചെയ്യിക്കുക മാത്രമല്ല, പക്ഷെ എന്താണ്, അവരുടെ എഫിഷ്യൻസിയും കൂടെ നമ്മൾ ഓവറോൾ ഇംപ്രൂവ് ചെയ്യിക്കുന്ന ഒരു സ്റ്റേജാണ് ഇത്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലൂടെ. ഇനി സിക്സ്ത് സ്റ്റേജ് ആണ് പെർഫോമൻസ് അപ്രൈസൽ. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ? ഇറ്റ് റെഫേഴ്സ് ടു ദ റെഗുലർ റിവ്യൂ ഓഫ് ആൻ എംപ്ലോയീസ് ജോബ് പെർഫോമൻസ് ആൻഡ് ഓവറോൾ കോൺട്രിബ്യൂഷൻ ടു എ കമ്പനി. എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഒരു എംപ്ലോയിയുടെ, നമ്മളിപ്പം സെലക്ട് ചെയ്തില്ലേ, ആ ഓരോ പുതിയതായി വരുന്ന ഓരോ എംപ്ലോയിയുടെയും ജോബ് പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുകയാണ്. അയാൾ എന്തുമാത്രം ആ ഒരു ഓർഗനൈസേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അയാളിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് നമ്മൾ റെഗുലർലി മോണിറ്റർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ. It is the evaluation of performance of the employee. നമ്മൾ എന്താണ്, എംപ്ലോയിയെ നമ്മൾ പൂർണ്ണമായി മോണിറ്റർ ചെയ്യുകയാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. This process identifies the strength, areas for improvement and employees' overall value to the organization. അപ്പം ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, എംപ്ലോയിയുടെ സ്ട്രെങ്ത് എന്താണ്, അദ്ദേഹത്തിന് ഏതൊക്കെ ഏരിയാസിൽ ഇംപ്രൂവ്മെന്റ് വേണം, അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയിന്റെ ആ ഒരു ഓർഗനൈസേഷനിലെ വാല്യൂ എന്തുമാത്രമാണ് എന്നെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഏതെന്ന് പറഞ്ഞാൽ പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് ഇൻക്ലൂഡ് ഡിഫൈനിങ് ദ ജോബ്, അപ്രൈസൽ ഓഫ് പെർഫോമൻസ് ആൻഡ് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്. അദ്ദേഹത്തിന്റെ വർക്കുകളെല്ലാം നമ്മൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് നൽകുന്നു. ഇതാണ് ആറാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. ഏഴാമത്തെ സ്റ്റെപ്പ് promotion and career planning. Promotion refers to the shifting of an employee from a lower position to a higher position with higher status, greater responsibilities, better facilities and better pay. എന്താണ് പ്രൊമോഷൻ? നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എല്ലാം നോക്കി ഫീഡ്ബാക്ക് നൽകിയല്ലേ. പ്രൊമോഷൻ എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു എംപ്ലോയിനെ കറണ്ട് പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ആദ്യമായി സെലക്ട് ചെയ്തത് എന്താണ്, ഒരു ലോവർ പൊസിഷനിലേക്ക് ആയിരുന്നിരിക്കാം, ആ ഒരു ലോവർ പൊസിഷനിലേക്ക് ഒരു ഹയർ പൊസിഷനിലേക്ക് നമ്മൾ മാറ്റുന്ന ആ ഒന്നിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ അദ്ദേഹത്തിന് എന്താണ്, കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു, നല്ല നല്ല ഫെസിലിറ്റീസ് കൊടുക്കുന്നു, ബെറ്റർ പേ നൽകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ്, ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം എ ലോവർ പൊസിഷൻ ടു എ ഹയർ പൊസിഷൻ അല്ലെ നമ്മൾ പ്രൊമോഷൻ കിട്ടുക എന്ന് പറയില്ലേ. അപ്പൊ അതുപോലെ തന്നെ ഒരു ലോവർ പൊസിഷനിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഉയർന്ന ഒരു തസ്തികയിലേക്ക് പോകുന്നു. അതുവഴി എന്തൊക്കെ ഉണ്ടാകും, സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ടാകാം, അതുപോലെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകാം, കൂടുതൽ നമ്മൾ എന്താണ് ഫെസിലിറ്റീസ് ഒക്കെ നൽകുന്നു, അങ്ങനെയുള്ളതാണ് പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് ഒരു എസെൻഷ്യൽ പാർട്ടാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താണ്, ഈ ഒരു ഓർഗനൈസേഷനിലെ മാനേജേഴ്സ് എന്താണ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്താണ് ടേക്ക് കെയർ ചെയ്യുക. ദ മാനേജർ ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് സെർവ് ദ ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് കാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ആര് നടത്തേണ്ടിയിരുന്നത്, മാനേജേഴ്സ് ചെയ്യേണ്ടുന്നത്. എംപ്ലോയീസ് ആർ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദിയർ കരിയർ ഡെവലപ്മെന്റ്. അപ്പം ഇതുവഴി എന്ത് പറ്റുന്നു, എംപ്ലോയീസിന് അവരുടെ കരിയർ ഡെവലപ്മെന്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഈ ഒരു സ്റ്റേജിലൂടെ കിട്ടുന്നത്. And the last step
Thank you.